കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 46. രചന ശാലിനി ഇ എ. കൊല്ലങ്കോട് സെന്ററിൽ തന്നെ ചെല്ലയ്യ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഷർട്ടൊന്നും ഇടാതെ ഒറ്റമുണ്ട് മാത്രം എടുത്ത് തോളിൽ ഒരു തോർത്ത് കുടഞ്ഞിട്ടുകൊണ്ട് ഒരു കുഞ്ഞു മനുഷ്യൻ. 4 അടിയിലധികം അയാൾക്ക് ഉയരമില്ലെന്ന് ബദ്രി മനസ്സിലോർത്തു. ചിരിക്കുമ്പോൾ പുറത്തേക്ക് തെളിഞ്ഞു കണ്ട പല്ലുകളിൽ മുറുക്കാൻ കറ പറ്റി പിടിച്ചിരിക്കുന്നു. യാത്രയെല്ലാം സുഖമായിരുന്നോ? രണ്ടുപേരും ചെല്ലയ്യയെ നോക്കി പുഞ്ചിരിയോടെ തലയാട്ടി. എന്റെ ഏട്ടന്റെ മകനാണ് ഭരതൻ. കഴിഞ്ഞ വർഷം സ്ട്രോക്ക് വന്ന് വൺ സൈഡ് തളർന്നുപോയി. ഇപ്പോ ഒരേ കിടപ്പ. ബാക്കിലെ ഡോർ തുറന്ന് കാറിലേക്ക് കയറിയിരിക്കുമ്പോൾ ചെല്ലയ്യ പറഞ്ഞു. കേട്ട വാർത്ത കാർത്തിയിൽ ഒരു ഞെട്ടലുണ്ടാക്കി. വഴികൾ പറഞ്ഞു കൊടുക്കാനല്ലാതെ ചെല്ലയ്യ പിന്നെ സംസാരിച്ചില്ല. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീടിന് മുന്നിലെത്തിയപ്പോൾ ചെല്ലയ്യ കാർ നിർത്താൻ പറഞ്ഞു. ഇറങ്ങിക്കോളൂ, ഇതാണ് വീട്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ആ വീടിന്റെ ശോചനീയാവസ്ഥ കണ്ടപ്പോൾ തന്നെ ഉള്ളിൽ കിടക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് രണ്ടുപേർക്കും ഊഹിക്കാൻ കഴിഞ്ഞു. പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് ചെല്ലയ്യയോട് കൂടെ രണ്ടുപേരും ഉള്ളിലേക്ക് കയറി. അകത്ത് വെളിച്ചം കടന്നു വരാത്ത മുറികളായി. കനകം, നീ എവിടെ? ഇവിടെയുണ്ട്. ഉള്ളിൽ നിന്നും മുഷിഞ്ഞ വേഷധാരിയായ ഒരു മധ്യവയസ്ക തിടുക്കപ്പെട്ട് കടന്നു വന്നു. എന്റെ ഭാര്യ കനകമ്മ. ബദ്രി പെട്ടെന്ന് വായ തുറന്നുപോയി. 4 അടിയുള്ള ചെല്ലയ്യയുടെ ഭാര്യ ഏകദേശം 5.5 അടിയുള്ള കനകമ്മ. അയാൾ ഇരുവരെയും നോക്കി. കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് പ്രായം 20, ഇവർക്ക് 10. എന്റെ അതേ പൊക്കം. കൊല്ലങ്ങൾ കടന്നു പോയപ്പോൾ ഞാൻ പിന്നെ വളർന്നില്ല, ഇവൾ പിന്നെയും വളർന്നു. അവരുടെ മുഖത്തെ സംശയം വായിച്ചെടുത്തുകൊണ്ട് അതിനുത്തരം എന്നോളം ചെല്ലയ്യ പറഞ്ഞു. ഇയാൾക്കെതിരെ ബാലപീഡയ്ക്ക് കേസ് കൊടുക്കണം. ബദ്രി പതുക്കെ പറഞ്ഞത് ചെല്ലയ്യ കേട്ടില്ല. എങ്കിലും കാർത്തി വ്യക്തമായും കേട്ടു. മിണ്ടാതിരിയടാ എന്ന് കണ്ണുകൊണ്ട് ആംഗ്യവും കാണിച്ചു. ഇവർ കണ്ണെ കാണാൻ വന്നതാരാണ്? കണ്ണെ എന്ന് ചെല്ലയ്യ പറഞ്ഞത് കൊണ്ടാവാം കനകമ്മയുടെ കണ്ണുകളിൽ നീർ വന്ന് നിറഞ്ഞത്. അവർ അവരെ ഇടുങ്ങിയ ഒരു മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി. അന്ധകാരം നിറഞ്ഞ മുറിക്കുള്ളിൽ ഒരു മനുഷ്യജീവി കിടക്കുന്നുണ്ടെന്ന് പോലും തോന്നുമായിരുന്നില്ല. ചുവരിൽ പരതി കൊണ്ട് കനകമ്മ ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടു. ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വെളിച്ചം കടന്നു വന്നു. നിലത്ത് വിരിച്ച് പായിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മനുഷ്യക്കോലം. അത് ഭരതനാണെന്ന് മനസ്സിലാക്കാൻ കാർത്തിക്കും ബദ്രിക്കും നന്നേ പാടുപെടേണ്ടി വന്നു. കുഞ്ഞെ, നിന്നെ കാണാൻ വന്നതാ. കനകമ്മ പറഞ്ഞത് കേട്ട് ഭരതൻ കണ്ണുകൾ ഒന്ന് തുറന്നു. ദൃഷ്ടി ചെന്ന് പതിച്ചത് കാർത്തിയുടെ മുഖത്തേക്കാണ്. അയാളുടെ കണ്ണുകളിൽ നീർ ഉരുണ്ടുകൂടുന്നത് കണ്ടപ്പോഴേ തന്നെ മനസ്സിലായി കഴിഞ്ഞു എന്ന് കാർത്തിക്ക് ഉറപ്പായി. അവിടെയെങ്ങും ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ലെന്ന് മനസ്സിലാക്കിയ കാർത്തി അയാളുടെ പായയുടെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. ഭരതേട്ടൻ എന്നെ ഓർമ്മയുണ്ടോ? കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി കിടന്നതല്ലാതെ അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഭരതേട്ടാ, കാർത്തി വീണ്ടും വിളിച്ചു. ഞാൻ കണ്ണ് സംസാരിക്കില്ല സാർ. ഒരു വശം തളർന്നപ്പോൾ അവന്റെ സംസാരശേഷിയും പോയി. കേട്ടത് വിശ്വസിക്കാനാകാതെ കാർത്തി ബദ്രിയുടെ മുഖത്തേക്ക് നോക്കി. ഇത്രയും ദൂരം വന്നത് വെറുതെ ആയിപ്പോയോ ഭഗവാനെ? കാർത്തിക്ക് നല്ല വേദന തോന്നി. ഭരതേട്ടനോട് ഒരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സത്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ തീരും. തനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്ന സഹായതയോടെ അയാൾ കാർത്തിയെ നോക്കി. 2-3 ചോദ്യങ്ങൾക്ക് തല അനക്കിയിട്ട് ആണെങ്കിലും എനിക്ക് മറുപടി തന്നാൽ ഭരതേട്ടനെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും. എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകും. എത്ര പണം ചെലവായാലും ഭരതേട്ടനെ ഞാൻ പഴയ കണ്ടീഷനിൽ കൊണ്ടുവരും. പറയാമോ എനിക്കുള്ള മറുപടി? കാർത്തിയുടെ ചോദ്യത്തിന് അയാൾ തലയനക്കി കൊടുത്തു. സമ്മതമെന്ന് പറയും പോലെ. അന്നത്തെ സംഭവത്തിൽ എന്റെ അമ്മ തെറ്റുകാരിയാണോ? അവൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം അതാണെന്നറിയാമെങ്കിലും ചോദ്യം കേട്ടപ്പോൾ ഭരതനിൽ ഒരു വിറയലുണ്ടായി. ആണെന്നോ അല്ലെന്നോ തലയണയ്ക്ക് കാണിക്കാലോ. കാർത്തിയുടെ ചോദ്യം കേട്ടുകൊണ്ട് അങ്ങനെ തന്നെ കുറച്ചുനേരം അവനെ നോക്കി കിടന്നു അയാൾ. പറയൂ ഭരതേട്ട, എന്റെ അമ്മ തെറ്റുകാരിയായിരുന്നു. അല്ലെന്ന് തല വിലങ്ങനെയാക്കി കാണിച്ചു ഭരതൻ. എന്നിട്ട് എന്തുകൊണ്ടാണ് 5 വർഷം മുമ്പ് ഞാൻ വന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാതിരുന്നത്? അതിന് മറുപടി പറയാൻ കഴിയാതെ അയാൾ നിസ്സഹായനായി അവനെ നോക്കി.
അച്ഛൻ തെറ്റുകാരനാണോ? കാർത്തി അടുത്ത ചോദ്യം ചോദിച്ചു. കാർത്തിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി കിടന്നിട്ട് ഭരതൻ ഇടതു കൈയിലെ ചൂണ്ടവിരലിന്റെ കാൽഭാഗത്ത് തള്ളവിരൽ കൊടുന്നു വെച്ചു. കുറച്ചു തെറ്റുകാരൻ ആണെന്നോ? അതേ എന്നർത്ഥം വരുന്ന തലയാട്ടൽ. കുറച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ? അവൻ ചിന്തിച്ചു. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഒന്നുകിൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ. ഇവരിൽ ആരെങ്കിലും ആയിരിക്കില്ലേ തെറ്റുകാർ? അയാൾ വീണ്ടും തല വിലങ്ങനെയാട്ടി. എന്നിട്ട് ഇടത് കൈകൊണ്ട് ഉയർത്തി എന്തോ ആംഗ്യം കാണിച്ചു. പിന്നെ പറയാമെന്നോ? അയാൾ അല്ലെന്നോ തലയനക്കി. അതിന് പിന്നിൽ വേറെ ആൾക്കാർ ഉണ്ടെന്നാണോ? ഭരതൻ ആംഗ്യം കാണിക്കുന്നത് കണ്ട് ബദ്രിയുടെ മനസ്സിൽ തോന്നിയ സംശയം അവൻ ചോദിച്ചു. പെട്ടെന്ന് തന്നെ അതേ എന്ന അർത്ഥത്തിൽ ഭരതൻ തലയനക്കി. കാർത്തിയുടെ കണ്ണുകൾ ഇടുങ്ങി. അന്നത്തെ പ്രശ്നത്തിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടെന്നല്ലേ പറഞ്ഞതിനർത്ഥം? ആരാണത്? എന്തിനു വേണ്ടിയാണ്? അച്ഛനെയും അമ്മയെയും തമ്മിൽ അകറ്റിയിട്ട് അവർക്ക് എന്താണ് നേടാനുള്ളത്? ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഭരതേട്ടൻ അമ്മയുടെ റൂമിൽ കയറിയത്? പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ചുണ്ടിന്റെ ഇടതുഭാഗം വിറകൊണ്ടു. അതേ എന്നർത്ഥത്തിൽ അയാൾ ശിരസ് ചലിപ്പിച്ചു. ആരാണത്? കാർത്തിയുടെ ശബ്ദം ഉയർന്നു. ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അവൻ ആകെ വിറച്ചു. മോൻ പുറത്തേക്ക് വരികയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവരുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ചു നിന്ന ചെല്ലയ്യ പറഞ്ഞു. കാർത്തി ഭരതനെ ഒന്ന് നോക്കിക്കൊണ്ട് ചെല്ലയ്യയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഉമ്മറത്തെ തിണ്ണയിൽ ഒരു പുൽപ്പായ കൊടുന്ന് വിരിച്ചു കനകമ്മ. കാർത്തി പതിയെ തിണ്ണയിലേക്ക് ഇരുന്നു. കുഞ്ഞിന്റെ ചോദ്യങ്ങൾ കേട്ടപ്പോഴാണ് കുഞ്ഞ് ആരാണെന്ന് എനിക്ക് മനസ്സിലായത്. ചെല്ലയ്യ സങ്കടത്തോടെ പറഞ്ഞു. 5 വർഷം മുമ്പ് ഒരു നെഞ്ചുവേദനയെ തുടർന്ന് ഇവിടേക്ക് വന്നതായിരുന്നു മോൻ. ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് ഇവിടെ റെസ്റ്റിലിരിക്കുന്ന നേരത്ത് അവനെ കാണാൻ 2 പേർ കയറി വന്നു. അന്ന് കൂടെ ഇറങ്ങി വന്ന പെണ്ണ് എവിടെയുണ്ടെന്ന് അവർക്കറിയണം. അവൻ അറിയില്ലെന്ന് പറഞ്ഞു. അവരെ തേടി കണ്ടുപിടിച്ച് എല്ലാ സത്യങ്ങളും പറയുമെന്ന് പറഞ്ഞപ്പോൾ അവരവനെ ക്രൂരമായി മർദ്ദിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അവൻ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. തളർന്നു വീഴുന്നതിന് മുമ്പ് ഒന്ന് മാത്രം പറഞ്ഞു. യാമി കുഞ്ഞ് പാവം ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടാതിരുന്നാൽ മതിയായിരുന്നു എന്ന്. അവൻ പറഞ്ഞ അറിവ് വെച്ച് ഒന്നും ഞാൻ ഉറപ്പിച്ചു പറയാം. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും മകന്റെ പേരിൽ വലിയൊരു കഥയുണ്ട്. അതിനു പിന്നിൽ വലിയ കുറച്ച് ആൾക്കാരുണ്ട്. അതാരാണെന്നും എനിക്കറിയില്ല. അവർ നിസ്സാരക്കാരല്ല. കാർത്തി അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നു. ബദ്രി, ചുവരിൽ ചാരി നിൽക്കുന്നവനെ നോക്കി കാർത്തി വിളിച്ചു. ഭരതേട്ടനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം. സേഫായ ഒരിടത്തേക്ക്. എവിടെയാണ് വേണ്ടത്? കുറ്റിപ്പുറത്തേക്ക് മാറ്റാം. അവിടെ കിടത്തി ആയുർവേദ ചികിത്സ ചെയ്യാം. കനത്ത കാവൽ ഏർപ്പെടുത്താം. അത് ശരിയാണെന്ന് കാർത്തിക്കും തോന്നി. അവൻ പെട്ടെന്ന് തന്നെ ഫിലിപ്പിനെ വിളിച്ചു. കുറ്റിപ്പുറത്തെ വില്ലയിൽ താമസ സൗകര്യം ഏർപ്പെടുത്താൻ പറഞ്ഞു. ഒരു ആംബുലൻസുമായി കൊല്ലങ്കോട്ടേക്ക് വരാനും ഏർപ്പാടാക്കി. കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചോളൂ. അടുത്ത വീടുകളിൽ പോയി ഭരതേട്ടന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെന്ന് പ്രത്യേകം പറയണം. ഞങ്ങൾ ഇവിടെ നിന്നും മാറി നിൽക്കുകയാണ്. ആരെങ്കിലും വന്നുകൊണ്ട് പോകുന്നതാണെന്ന് ആരും കരുതണ്ട. ശരി കുഞ്ഞെ. അവനീ അപകടം സംഭവിച്ചതിന് ശേഷം വലിയ സങ്കടമായിരുന്നു. സത്യങ്ങളെല്ലാം അറിയിക്കേണ്ടവരെ അറിയിക്കണമെന്ന് എപ്പോഴും പറയും. അപ്പോ സംസാരിക്കാൻ പറ്റുമായിരുന്നു? ബദ്രിയിൽ സംശയം നിറഞ്ഞു. അങ്ങനെയല്ല കാര്യങ്ങൾ. അവൻ പാലക്കാട് ആയിരുന്നപ്പോൾ അവനെ തേടിപ്പിടിച്ച് എത്തിയതാവർ. ഉയരങ്ങളിലൊക്കെ വലിയ പിടിപാടുള്ള ആൾക്കാരാണ്, വലിയ പണക്കാർ. അപ്പോഴാണത്രേ അവൻ ശരിക്കും അന്നത്തെ ചതിയുടെ ആയം അറിയുന്നത് തന്നെ. അവന്റെ മനസ്സിൽ അവന്റെ സാറിന് വേണ്ടി ചെയ്ത ചെറിയൊരു കുസൃതി, അതിൽ വേറെ ചിലർ കൂടി ഇടപെട്ടതോടെ കാര്യങ്ങൾ തലകീയായി മറിഞ്ഞു. എന്നാൽ അതൊരു ആസൂത്രിതമായ ചതിയായിരുന്നുവെന്ന് ഇവനും മനസ്സിലായി. ഒരു പാവം പിടിച്ച പെണ്ണിന്റെ കണ്ണുനീരിന് മുന്നിൽ എന്റെ കണ്ണെ തകർന്നു പോയി. ഒരു ഒളിച്ചോട്ടം പോലെ വന്നതവൻ പാലക്കാട്ടേക്ക്. മനസ്സാകെ തകർന്ന് ഏകാന്തവാസം. 5 വർഷം മുൻപാ അവർ ഇവനെ തേടി പിടിച്ച് പാലക്കാട് വരുന്നത്. അവർക്ക് കുഞ്ഞിന്റെ അമ്മ എവിടെയുണ്ടെന്ന് അറിയണമായിരുന്നു. അന്ന് അവരിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ അതവന്റെ നെഞ്ചു തകർത്തു. അറ്റാക്ക് വന്ന് ആശുപത്രിയിലായപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാനും കരകൈമയും കൂടി അവിടെ പോയി. അന്നേരമാണ് എന്റെ കുഞ്ഞ് മനസ്സ് തുറന്ന് ഇതൊക്കെ എന്നോട് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്നും നേരെ കൊല്ലങ്കോട്ടേക്കാണ് ഞങ്ങൾ വന്നത്. ഭരതൻ ഒന്ന് സുഖമായി വരുമ്പോഴേക്കും
അവർ തേടി പിടിച്ച് ഇവിടെയും എത്തി. അന്നുണ്ടായ ആക്രമണത്തിലാണ് അവൻ ഇങ്ങനെയായത്. വലതുഭാഗം ഫുള്ളും തളർന്നുപോയി, സംസാരശേഷിയും നഷ്ടപ്പെട്ടു. പിന്നെയും വന്നിരുന്നു. സംസാരിക്കാനും ചലിക്കാനും കഴിയാത്ത ഇവനിൽ നിന്നും സത്യം പുറത്തു വരില്ലെന്ന് അവർക്ക് ഉറപ്പായി. 2 വർഷമായി അവരിവിടെ വന്നു പോയിട്ട്. ബദ്രിക്കും കാർത്തിക്കും ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അമ്മ ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന ഉന്നതരായ ശത്രുക്കൾ ആരാണ്? അമ്മയൊരു ഓർഫൻ അല്ലേ? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഭരതൻ തന്നെ പറയണം. അതിനയാൾക്ക് സംസാരശേഷി തിരികെ കിട്ടണം. എന്ത് ചികിത്സ കൊടുത്തിട്ടായാലും അയാളെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. കണ്ടെത്തിയേ തീരൂ. തന്റെയും കുഞ്ഞുങ്ങളുടെയും ജീവിതം നശിപ്പിച്ചവരെ ഇരുട്ടിന്റെ മറവിൽ നിന്നും പുറത്തു കൊണ്ടുവരണം. എല്ലാം പറഞ്ഞ പോലെ ചെയ്യും. ആംബുലൻസുമായി ഇവിടെ ആൾക്കാരെത്തും. അതിൽ കയറി പോയിക്കൊള്ളുക. ഞങ്ങൾ കൊല്ലങ്കോട് ടൗണിൽ ഉണ്ടാകും. ചെല്ലയ്യയോടും കനകമ്മയോടും യാത്ര പറഞ്ഞിറങ്ങി ബദ്രിയും കാർത്തിയും. കാർത്തിയുടെ നിർദ്ദേശപ്രകാരം ഫിലിപ്പ് ആംബുലൻസുമായി എത്തി ഭരതനെയും ചെല്ലയ്യയും കനകമ്മയെയും കൂട്ടി കുറ്റിപ്പുറത്തെ വില്ലയിലേക്ക് പുറപ്പെട്ടു. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അപ്പോഴേക്കും ചെയ്തു കഴിഞ്ഞിരുന്നു. കുക്കിങ്ങിനും മറ്റുമായി 2-3 സർവൻസിനെ വെച്ചു. ഭരതനെ ചികിത്സിക്കാനുള്ള ഡോക്ടേഴ്സിനെ നിയമിച്ചു. എല്ലാം റെഡിയാക്കിയതിനു ശേഷമാണ് ബദ്രിയും കാർത്തിയും കുറ്റിപ്പുറത്ത് നിന്നും തിരിച്ച് യാത്ര ആരംഭിച്ചത്. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.